ഇന്ന് എനിക്ക് പണിയൊക്കെ ചെയ്യാനേ കുറച്ച് എനർജി കൂടുതലാട്ടാ. ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോവുക. അപ്പൊ വേഗത്തിലാണ് കേട്ടോ ഇന്നത്തെ പരിപാടികളെല്ലാം. ഈ വറുത്തോണ്ടിരിക്കുന്ന പരിപ്പ് കറി വെക്കാൻ വേണ്ടിട്ടാട്ടാ ഗീ റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്ന് കരുതി നോക്കുമ്പോൾ ഉണ്ടല്ലോ മസാല കൂട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഗരം മസാല ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉപ്പുമാവാണെന്ന്. ഇന്ന് അത് തന്നെ അങ്ങ് ഉണ്ടാക്കിയേട്ടാ. ഗീ റൈസും ഈ ഒരു പരിപ്പ് കറിയും പിന്നെ പപ്പടവും കൂടെ ഉണ്ടെങ്കിലേ ഇവിടെ എല്ലാവർക്കും കുശാലാട്ടാ. ഞാൻ മിക്കവാറും മടി പിടിക്കുന്ന സമയത്ത് ഇത് വെക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്, പണി എളുപ്പത്തിലാകും. ഞാൻ താളിക്കാനൊന്നും നിൽക്കത്തില്ല, കുറച്ച് നെയ്യ് മാത്രമേ ഒഴിക്കുകയുള്ളൂ കേട്ടോ. ഈ തേങ്ങ അരച്ച് ചേർത്തിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും, അത്രേ ചെയ്യുള്ളേ. കടുക് വറുക്കാനൊന്നും നിൽക്കത്തില്ല. ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനേ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ആ ടേസ്റ്റ്. അത്യാവശ്യം 1-2 കാര്യങ്ങളുണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട്, അതുകൊണ്ടാട്ടാ പോകുന്നത്. 2-3 ദിവസമേ ഉള്ളൂ, വേഗം ഇങ്ങനെ തിരിച്ചു വരും. ചിക്കൻ കറി നമ്മൾ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ട്രെയിനിൽ ഒരു 7 മണിക്ക് മുമ്പേ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 6:30ക്കാണ് നമുക്ക് ട്രെയിൻ. എന്തായാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം വൈകിട്ട് വന്നിട്ട് എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റും. ഇന്ന് അവധിയൊന്നും എടുത്തിട്ടില്ല. വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഇറങ്ങാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് വേഗത്തിൽ ഒന്ന് ഫ്രഷ് ആയി പോകാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ. ഇത് ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് സമയം പറ്റത്തില്ല. പിന്നെ നമ്മൾ പാക്ക് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചപ്പാത്തി ഇതാ, നമ്മുടെ ചപ്പാത്തിയുടെ പ്രത്യേകത അറിയാമല്ലോ. രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എത്ര രാത്രി ആയാലും സോഫ്റ്റ്നെസ്സിനും ടേസ്റ്റിനും ഒന്നും ഒരു വ്യത്യാസം വരത്തില്ല. നല്ല അടിപൊളി, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ചപ്പാത്തിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. ചപ്പാത്തി പിന്നെ രാവിലെ തന്നെ അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. ഈ ചപ്പാത്തിയുടെ റെസിപ്പി കുറേ പേര് ഇൻസ്റ്റയിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ചപ്പാത്തിയുടെ റെസിപ്പി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പറയുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല. മോനൂട്ടൻ്റെയും കുഞ്ഞാപ്പിയുടെയും എൻ്റെയും ഡ്രസ്സ് എനിക്ക് എടുത്ത് വെക്കണം. പണിയൊക്കെ തീർത്തിട്ട് വേണം അതും കൂടെ എടുത്ത് വെക്കാനായിട്ട്. ചപ്പാത്തി ഉണ്ടാക്കി ഒന്ന് നമ്മുടെ പപ്പടം കൂടെ വറുത്ത് കഴിഞ്ഞാൽ പണിയൊക്കെ തീർന്നു കേട്ടോ. ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയെങ്കിലും ഇന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ നേരത്തെ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ഇറങ്ങും വേണം, ഇത് തീർക്കാതെ വരാനും പറ്റത്തില്ല. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാതിരുന്ന് പണിയെടുത്ത് ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യുക കേട്ടോ. ഡ്രസ്സെല്ലാം എടുത്ത് കട്ടിലിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ബാഗിലോട്ട് എടുത്ത് വെച്ച് ഏട്ടൻ തന്നെ എടുത്ത് വെച്ചോളൂ. എൻ്റെയും പിള്ളേരുടെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. 2-4 ദിവസമല്ലേ ഉള്ളൂ. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാട്ടിലേക്കുള്ള പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും ഓഫീസിൽ പോട്ടെ. ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പോകുന്നുണ്ടാ. ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. വൈകുന്നേരം എനിക്ക് കഴിക്കാനേ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഇതാ വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണേ. കേരളത്തിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. നാട്ടിലോട്ട് പോകുന്നതെന്ന് പറയുമ്പം മൊത്തത്തിലൊരു ഭയങ്കര സന്തോഷമാണ്, എത്രക്കെന്ന് പറഞ്ഞാൽ. പക്ഷേ പണ്ടൊരു പ്രാവശ്യം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയതിൽ പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുമ്പേ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തും കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിലാവുന്നത്. ഇവിടെ പിന്നെ ഓട്ടോ വിളിക്കണമെന്നെങ്കിൽ നമ്മുടെ കുടുംബം വിൽക്കണം. അത്രയ്ക്ക് നല്ല ചാർജാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിക്കാറേ ഇല്ല. അവർക്ക് തോന്നിയ റേറ്റാണ് പറയുന്നത് കേട്ടോ. മറ്റേ നമ്മുടെ മീറ്റർ ഇട്ട് നാട്ടിലെ പോലത്തെ ഒന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഓല അങ്ങനത്തെ സംഭവങ്ങളും ഒന്നുമില്ല. അവർക്ക് തോന്നിയ ചാർജാണ്. നമ്മളെ കണ്ടിട്ട് അവരൊന്നും അനലൈസ് ചെയ്തിട്ട് അവരങ്ങ് ഫിക്സ് ചെയ്യും. അതുകൊണ്ട് ബസ് തന്നെയാണ് ശരണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മോനൂട്ടനും കുഞ്ഞാപ്പിയും എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാമല്ലോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലെന്നേ, ഒരു അനക്കം പോലും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ഞങ്ങൾ നടന്ന് നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലത്ത് ആ പ്ലാറ്റ്ഫോമെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി ഇരുന്നു കേട്ടോ. എനിക്ക് വിശന്നിട്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവന്മാരുടെ സ്നാക്കിനകത്ത് നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, കുറേ പണിയെടുത്തിന്ന്. അത് കാരണം കഴിക്കാനും പറ്റിയില്ല. മൊത്തത്തിലാകെപ്പാടെ വയറിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും പിന്നെ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയതുകൊണ്ടും വേഗം തന്നെ ഞങ്ങൾ ഫുഡ് എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവന്മാരെന്തൊക്കെയോ സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ കാഠിന്യത്തിൽ ഈ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു ചേച്ചി എവിടെ ഇറങ്ങാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ എറണാകുളത്തിന് പോകാനാണെന്ന്. അവർ തമിഴാണ്, പക്ഷേ എന്നോട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും പോയില്ല. ഇനി ഇരുന്ന് 1-2 മയക്കം കഴിയുമ്പോഴത്തേനും നമ്മൾ നാടെത്തും കേട്ടാ. പിന്നെന്താ, ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടാ. പിന്നെ മിക്കവാറും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് എൻ്റെ ഊർജ്ജം, മറന്നുകൊണ്ടാട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.